പാരമ്പര്യമായി വരുന്നവർക്ക് രോഗങ്ങളുണ്ടോ? ഉണ്ട്. അതായത് നമുക്ക് ഏറ്റവും സാധാരണയായി കാണുന്ന ഒരു അസുഖം പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്ന അസുഖമാണ്. ഇത് യൂഷ്വലി നമുക്കൊരു ഡോമിനൻറ്റ് പാറ്റേണിൽ, ഓട്ടോസോമൽ ഡോമിനൻറ്റ് പാറ്റേണിൽ വരുന്ന ഒരു അസുഖമാണ്. അത് ഒരു ഫാമിലിയിലെ എല്ലാ ജനറേഷനിലും വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്. പിന്നെ വേറെ ചില അസുഖങ്ങൾ, അതായത് നമ്മുടെ കിഡ്നിയിലുണ്ടാകുന്ന ഗ്ലോമറുലാർ ഡിസീസസ് എന്ന് പറയുന്ന പല രോഗങ്ങളും, ആൽപോർട്ട് സിൻഡ്രോം, ഫോക്കൽ സെഗ്മെൻറ്റൽ ഗ്ലോമറുലർ സ്ക്ലിറോസിസ് പോലുള്ള വേറെ പല ജനിതകമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, കഞ്ചനിറ്റൽ ട്യൂബുലോപ്പത്തീസ്. ഇതൊക്കെ നമുക്ക് പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രിവലൻസ് ഓർ ഇൻസിഡൻസ് റേറ്റ്സ് എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. അതായത് ഓൺ എ ഡേ ടു ഡേ ബേസിസ് നമ്മൾ കാണുന്ന അസുഖങ്ങളല്ല ഇതൊന്നും തന്നെ. പക്ഷേ ഒരു കിഡ്നി അസുഖം വരുമ്പോൾ അത് പാരമ്പര്യമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാവുന്നത്. ചില രോഗങ്ങൾ മാത്രമാണ്, കിഡ്നി അസുഖങ്ങളിൽ കാണപ്പെടുന്ന ചില രോഗങ്ങൾ മാത്രമാണ് പാരമ്പര്യമായി എല്ലാ ജനറേഷനിലും വരാൻ സാധ്യതയുള്ളത്. വേറൊരു കാര്യം, നമുക്ക് ഒരു ജനറ്റിക് ടെൻഡൻസി ഉണ്ടെങ്കിലും നമുക്ക് പല അസുഖങ്ങളും മെഡിക്കൽ സയൻസിൽ പറയുന്നതിനൊരു മൾട്ടി ഫാക്ടോറിയൽ ഈറ്റിയോളജി ഉണ്ടെന്നുള്ളതാണ്. ഒരു ജനറ്റിക് ടെൻഡൻസി ഉള്ള ഒരു രോഗിയിലോ ഒരു കുഞ്ഞിലോ ഒരു എൻവയൺമെൻറ്റൽ ഫാക്ടർ കൂടെ വന്നിട്ട് ഒരു ട്രിഗറിങ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. അതായത് ഒരു ജനറ്റിക് മ്യൂട്ടേഷനുള്ള എല്ലാ ആൾക്കാരിലും ആ അസുഖം പൂർണ്ണമായ തോതിൽ വന്നോളണമെന്നില്ല. അതിനൊരു എൻവയൺമെൻറ്റൽ ഫാക്ടർ കൂടെ വന്നിട്ടാണ് നമുക്കതൊരു ഫുൾ ബ്ലോൺ അസുഖമായിട്ട് വരുന്നത്.